ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫാദർ മോസസിന്റെ നമ്മുടെയൊക്കെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില പഠിപ്പിക്കലുകളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അതെ, നമ്മുടെ ശത്രുവായ ദുഷ്ടന്റെ തന്ത്രങ്ങൾ, പിന്നെ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ ഫാദർ മോസസ് നല്ല വ്യക്തമായ ഉൾക്കാഴ്ചകൾ തരുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിക്കാം. ശരിയാണ്. അപ്പോൾ ആദ്യമേ പറയുന്ന ഒരു കാര്യം, ഈ പോരാട്ടത്തിൽ നമ്മുടെ പ്രധാന ശത്രു ആരാണെന്ന് തിരിച്ചറിയണമെന്നതാണല്ലേ? അതെ, അത് പിശാചാണ്. അതായത് സാത്താൻ, ദൈവത്തിനെതിരെ അഹങ്കാരം കൊണ്ട് മത്സരിച്ച് വീണുപോയ ഒരു ദൂതൻ. അവന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അഹങ്കാരമാണ്, സ്വന്തം മഹത്വം തേടുക. അതെ, ദൈവത്തിന്റെ ആ വിനയത്തിനും സ്നേഹത്തിനും നേരെ വിപരീതമായിട്ടുള്ള ഒന്ന്. ഫാദർ മോസസ് പറയുന്ന ഒരു കാര്യം, പിശാചൊരു ഒരുതരം സൈക്കോളജിസ്റ്റ് പോലെയാണെന്നാണ്. മനുഷ്യന്റെ ബലഹീനതകള്, നമ്മുടെ ചിന്താരീതികള് ഒക്കെ അവന് നന്നായിട്ട് അറിയാം. ശരിയാണ്. എന്നിട്ട് ആ അറിവ് നമ്മളെ പ്രലോഭിപ്പിക്കാൻ ഉപയോഗിക്കും. പക്ഷേ ഒരു പ്രധാന വ്യത്യാസം, അവൻ നമ്മളെ നിർബന്ധിക്കുന്നില്ല, അല്ലേ? ഇല്ല, നിർബന്ധമില്ല. നിർദ്ദേശങ്ങൾ തരും, പ്രലോഭനങ്ങളെന്ന് പറയാം. നമ്മൾ ആ ചിന്തകളെ അങ്ങ് സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ സ്വയം ഒരു ബന്ധനത്തിലാവുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോ അവന്റെ ഈ പ്രവർത്തന രീതികള്, ഫാദർ മോസസ് ചില പ്രത്യേക തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. ഒന്ന്, ഈ ചിന്താചുഴലി എന്ന് അദ്ദേഹം വിളിക്കുന്ന ഒരു രീതി. അതായത് ഒരു നെഗറ്റീവ് ചിന്ത വരും, എന്നിട്ട് അതിൽ നിന്ന് അടുത്തതിലേക്ക്. അതെ, പെട്ടെന്ന് ചാടി പോകും. അവസാനം നമ്മളൊരു ഭയം, ഉത്കണ്ഠ, നിരാശ അതിൻ്റെയൊക്കെ ഒരു വലയത്തിൽ പെട്ടുപോകും. ഇനി പാതങ്ങാനും സംഭവിച്ചാൽ എന്തു ചെയ്യും? അങ്ങനത്തെ ചിന്തകൾ. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളോട് തർക്കിക്കും. ശരിയാണ്. അത് നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകറ്റും. ഫാദർ മോസസ് അതിനെ ഭ്രാന്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഗൗരവം. അതെ. പിന്നെ വേറൊരു തന്ത്രം, സത്യത്തിന്റെ ബിസ്ക്കറ്റ്. അതായത് കുറേ സത്യങ്ങളുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒരു വലിയ നുണ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ സത്യങ്ങളൊക്കെ നിരത്തി നമ്മളെ ആ നുണ വിശ്വസിപ്പിക്കാൻ നോക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ? ഇപ്പോ ജീവിതത്തിൽ പലരും നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം, അത് സത്യമാണ്. ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് അതുകൊണ്ട് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു വലിയ നിഗമനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അതൊരു തന്ത്രമാണ്. മനസ്സിലായി. അതുപോലെ ഈ സമയയന്ത്രം എന്ന് പറയുന്നതോ? അത് ഒന്നുകിൽ നടക്കാത്ത ഭാവിയെക്കുറിച്ച് നമ്മളെ പേടിപ്പിക്കും, അല്ലെങ്കിൽ പണ്ട് നടന്ന വേദനിപ്പിച്ച കാര്യങ്ങള്, മുറിവുകള് അതൊക്കെ ഓർമ്മിപ്പിച്ച് വീണ്ടും വീണ്ടും വിഷമിപ്പിക്കും. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ നിന്ന്, വർത്തമാനത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക. അതെ, അതാണ് ലക്ഷ്യം. അപ്പോ ഈ തന്ത്രങ്ങളെയൊക്കെ തിരിച്ചറിയുകയാണ് ആദ്യത്തെ പടി. ശരി. അപ്പോ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക? ഫാദർ മോസസ് പറയുന്ന ആദ്യത്തെ കാര്യം, രോഗനിർണയം, ഡയഗ്നോസിസ് എന്ന് പറയാം. അതായത് മനസ്സിലൊരു അസ്വസ്ഥത, അല്ലെങ്കിൽ ദേഷ്യം, അഹങ്കാരം, പേടി ഇതൊക്കെ തോന്നുമ്പോൾ തിരിച്ചറിയണം, ഇതൊരു പക്ഷേ പിശാചിന്റെ ഇടപെടലാണ്. സമാധാനമില്ലാത്ത ചിന്തകൾ, അത് ദൈവത്തിൽ നിന്നല്ല. അല്ല, അതാണ് തിരിച്ചറിവ്. പിന്നെ അദ്ദേഹം എടുത്തു പറയുന്നൊരു പ്രതിവിധി ഈ യേശുനാമ പ്രാർത്ഥനയാണല്ലോ. അതെ, കർത്താവായ യേശുക്രിസ്തുവേ എന്നിൽ കനിയേണമേ. ആ പ്രാർത്ഥന ഒരു ജപമാലയൊക്കെ ഉപയോഗിച്ച് ചൊല്ലുന്നത് മനസ്സിന് നല്ലൊരു വ്യായാമമാണെന്ന് പറയുന്നുണ്ട്. ശ്രദ്ധ കിട്ടാൻ നല്ലതാണ്. മനസ്സിനെ വെറുതെ വിടാതെ നല്ല കാര്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുക. പിന്നെ വേറെയും കാര്യങ്ങളുണ്ട്. ആത്മീയ പുസ്തകങ്ങൾ വായിക്കുക, നല്ല ഓഡിയോകൾ കേൾക്കുക, പാട്ടുകൾ കേൾക്കുക, മനസ്സിനെ പോസിറ്റീവായി നിർത്താൻ. അതുപോലെ ചിലപ്പോൾ ശ്രദ്ധ മാറ്റുന്നത് നല്ലതാണ്. കുറച്ചുനേരം നടക്കാൻ പോകുക, വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ ചെല്ലുക. അത് നല്ലൊരു കാര്യമാണ്. മറ്റൊരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രശ്നം അത്ര വലുതല്ലെന്ന് തോന്നും. ശരിയാണ്, സ്വന്തം പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ മാറും. അപ്പോൾ ഈ പഠിപ്പിക്കലുകളുടെ ഒക്കെ ഒരു കാതലെന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണല്ലേ. എന്റെ മനസ്സ് എന്നെയാണോ ഉപയോഗിക്കുന്നത്, അതോ ഞാൻ എന്റെ മനസ്സിനെയാണോ ഉപയോഗിക്കുന്നത്? അതെ, ചിന്തകൾ വരുന്ന വഴിയെ അങ്ങ് ഒഴുകി പോവുകയാണോ, അതോ നമ്മൾ അതിനെ നിയന്ത്രിച്ച് ശരിയായ ദിശയിലേക്ക് വിടുകയാണോ? ഫാദർ മോസസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഭാവനയിലോ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളിലോ ഭയങ്ങളിലോ കുടുങ്ങിക്കിടക്കാതെ പ്രാർത്ഥന, വായന, മറ്റുള്ളവരെ സഹായിക്കൽ, അങ്ങനെ നല്ല കാര്യങ്ങളിലൂടെ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
അതെ, ഫാദർ മോസസിന്റെ ഈ പഠിപ്പിക്കലുകൾ തീർച്ചയായും നമ്മുടെയൊക്കെ ആത്മീയ യാത്രയിൽ ഒരുപാട് വെളിച്ചം തരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ആ ശക്തി ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ എഴുതാവുന്നതാണ്. അതെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചിന്തകൾക്ക് നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.